അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ 2020 പ്രവർത്തകർ അല്ലെങ്കിൽ ഭാരവാഹികൾ കൂട്ടത്തോടുകൂടി കോൺഗ്രസ്സിലേക്ക് വരുമെന്നുള്ള സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. നിരവധി ആളുകളെ ഞങ്ങൾ ബന്ധപ്പെട്ടു, ഞങ്ങളെയും അവർ ബന്ധപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടി നേതാക്കളെ പ്രാദേശികമായി ഇപ്പോൾ പലരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. DCC ജനറൽ സെക്രട്ടറിയും UDFൻ്റെ ചെയർമാനുമാണ് ശ്രീ CP ജോയി സാറ്. 2 ബ്ലോക്ക് പ്രസിഡന്റുമാർ പോൾസൺ പീറ്ററും KV എൽദോയും ഇവിടെ ഉണ്ട്. ഇവരെല്ലാം പ്രാദേശികമായി ഞങ്ങളിനി 2020-ലില്ല, ഞങ്ങൾ ഇനി തിരിച്ചു കോൺഗ്രസ്സിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം പേഴ്സണലി കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. പഞ്ചായത്ത് മെമ്പർമാർ കൂടുതലും സ്ത്രീകളായിട്ട് വിജയിച്ചവരാണ്. അവർക്ക് ചില കൂടിയാലോചനകൾ വേണ്ടി വരും. വീട്ടിലെ സമ്മതം, അതേപോലെ തന്നെ വോട്ട് ചെയ്ത ആളുകളുടെ സമ്മതം, അങ്ങനെയുള്ള ആലോചനകൾക്ക് ശേഷം തീർച്ചയായും കോൺഗ്രസ്സിലേക്ക് UDFിലേക്ക് വരാമെന്നാണ് പലരും അറിയിച്ചിട്ടുള്ളത്. അത് ഒരു 2-3 ദിവസങ്ങൾക്കുള്ളിൽ പലയിടത്തും പല തീരുമാനങ്ങളും ഉണ്ടാകും. ഇപ്പോൾ പെട്ടെന്ന് ഇന്നേ ദിവസം 2020-യുടെ BJP പ്രവേശനത്തിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ 2020-യുടെ ജനപ്രതിനിധികളായിരുന്നവരാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ആദ്യഘട്ടത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. ഇത് സാബു എം ജേക്കബിൻ്റെ പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന ഒരു തീരുമാനമായിരിക്കും. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം സാബു എം ജേക്കബിന് ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കാൻ യാതൊരു രീതിയിലുമുള്ള ശക്തിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സാബു എം ജേക്കബ് BJP മുന്നണിയിലേക്ക് പോയത്. ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കുമില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടാണ് അരാഷ്ട്രീയ സംഘടനയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആളെ കൂട്ടിയത്. അതിലാകൃഷ്ടരായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിലുള്ള പലരും അതിൽ ജോയിൻ ചെയ്തത്. BJPയുടെ ലക്ഷ്യം എന്താണെന്നറിയാം. കുന്നത്തുനാട് നിയോജക മണ്ഡലം ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള ഒരു നിയോജക മണ്ഡലമാണ്. ശ്രീ TH മുസ്തഫ 25 വർഷം MLA ആയിരുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ നിരവധി പട്ടികജാതിക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് BJPക്ക് ഡയറക്റ്റായി കയറാൻ യാതൊരു മാർഗവുമില്ല. അവർക്ക് 7000-ലധികം വോട്ട് ഇവിടെ BJPക്ക് ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്ത ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു അതിലേക്ക് എങ്ങനെ കയറാൻ പറ്റുമെന്നുള്ള ശ്രമമാണ് സാബു എം ജേക്കബിലൂടെ BJPയുടെ നേതൃത്വം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു കാരണവശാലും ആ പരിപ്പ് ഇവിടെ വേകില്ല. കാരണം ഇവിടെയുള്ളവരെല്ലാം മതേതരവാദികളാണ്. മതേതരവാദികളായിട്ടുള്ള ആളുകൾ 100% കോൺഗ്രസിൽ നിന്ന് പോയ ആളുകൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വരും. ഇവിടെ റസീന പരീദ് പറഞ്ഞ പോലെ ഇത് ഇന്നലെയോ മിനിങ്ങാന്നോ എടുത്ത തീരുമാനമല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതിൻ്റെ ചർച്ചകൾ BJPയിലെ ദേശീയ നേതൃത്വവുമായി നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരും പാവങ്ങളുമായിട്ടുള്ള ആളുകളുടെ വോട്ട് വാങ്ങി വിജയിച്ചതിന് ശേഷം അവരെയെല്ലാം വഞ്ചിച്ചുകൊണ്ടാണ് സാബു എം ജേക്കബ് ഇപ്പോൾ BJPയിലേക്ക് കടന്നു കയറിയിരിക്കുന്നത്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒന്നാണ്. ജനങ്ങളുടെ താല്പര്യമൊന്നും അദ്ദേഹത്തിന് യാതൊരു വിഷയവുമില്ല. ജനങ്ങളെ ഒരു കിറ്റ് കൊടുത്ത് അവരുടെ വിഷയം പരിഹരിക്കുക, അല്ലെങ്കിൽ ഈ എതിർപ്പുകൾ ഇല്ലാതാക്കാമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വ്യാമോഹിച്ചതുപോലെ ഇക്കുറി ഒരു കിറ്റുമായി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ നിന്നും BJP പ്രവേശനത്തിൻ്റെ പേരിൽ അവരെ ആട്ടിപ്പായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ കാണാൻ പോകുന്ന കാര്യമാണ്. ഈ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാൽ, അല്ലെങ്കിൽ ജനങ്ങളെ ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ പാവങ്ങളെ പറ്റിക്കുന്നത് കുറച്ച് പച്ചക്കറിയും കുറച്ച് കറി പൗഡറും കൊണ്ട് കൊടുക്കുമ്പോഴാണ് ഈ പാവങ്ങളെ വീണ്ടും തരും എന്ന് പ്രലോഭിപ്പിക്കുകയാണ്. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എല്ലാ കിറ്റുകളിലും ഒരു നോട്ടീസ് ഇട്ടിരുന്നത്